ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. കേൾക്കുമ്പോൾ ഏതെങ്കിലും ക്രിസ്തീയ ആരാധനാലയത്തിൽ കേൾക്കുന്ന ഒരു ഭക്തിഗാനമായിട്ട് തോന്നും. പക്ഷേ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങാൻ പോകുന്ന ബൊഗെയിൻവില്ല എന്ന അമൽ നീരദ് ചിത്രത്തിലെ ഒരു പാട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. സാത്താൻ സേവക്കാരുടെ ഒരു പാട്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ മതവിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ളൊരു നിർമ്മിതി എന്നൊക്കെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് അർജുൻ സി ബനജാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ബൊഗെയിൻവില്ല എന്ന സിനിമയും അതിലെ പാട്ടുമാണ് ചർച്ചാ വിഷയം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പാട്ടൊക്കെ രസമാണ്, പക്ഷേ അതിനെല്ലാം അപ്പുറം അതിലൂടെ പങ്കുവെക്കുന്ന, അതിൽ ചിത്രീകരിക്കപ്പെടുന്ന ആശയങ്ങൾ ഒരു സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ. ക്രിസ്തീയ സഭ, സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നൊരു പരാതി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയധികം പ്രശ്നമാണോ ഈ ബൊഗെയിൻവില്ലയും? പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി മാഫിയ വളരെ പ്രശ്നക്കാരായി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് തന്നെ കേരളത്തിൽ സംഘപരിവാർ മാധ്യമങ്ങളും അല്ലെങ്കിൽ സംഘപരിവാർ വക്താക്കളൊക്കെ ഉന്നയിക്കുന്ന ആരോപണമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. അവരെ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രമാണങ്ങളെയും തച്ചു തുടയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ, സ്ഥാപിത ഉദ്ദേശത്തോടുകൂടി നിലപാടുകൾ സിനിമയിലെ ക്യാരക്ടറുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ സിനിമയിലെ പ്രമേയങ്ങളുടെ രൂപത്തിൽ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ എന്ന മാധ്യമത്തെ അവർ ടൂളായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, ടൂളായിട്ട്. നമുക്ക് ഈ സാത്താൻ വർഷിപ്പോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും തന്നെ അതിനെ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ആയിരുന്നില്ല. അതുപോലത്തെ സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്തേനെ പറയണത്, ഈ ദൈവീ രൂപത്തിന് നേരെ തുപ്പുന്ന ക്യാരക്ടർ പോലും ഉണ്ടായ സംഭവങ്ങളുണ്ടായി, വെളിച്ചപ്പാടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സൃഷ്ടികൾ ഇൻഡസ്ട്രിയാണ്. പക്ഷേ അന്നും തന്നെ അതിനെ എന്തോ ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്തായിരുന്നല്ല ചെയ്തിരുന്നത് ഇതൊന്നും തന്നെ. പക്ഷേ ഇതിനെ എന്തോ ഒരു ഹിഡൻ അജണ്ട, പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് സിനിമ മാറിയതിനു ശേഷം ഈ കൊച്ചിയിലെ ആഫ്റ്റർ ദിലീപ് ഇവരെ ശക്തമായി മാറിയ ഒരു 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 സന്നാഹമുണ്ട്, അല്ലെങ്കിൽ ദിലീപിനെ ഒതുക്കിയ ഒരു സന്നാഹമുണ്ട്. ആ സന്നാഹമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ സംവിധാനം അവർ എടുക്കുന്ന സിനിമകളിലും അവരെടുക്കുന്ന എല്ലാ സംഭവങ്ങളിലും കൃത്യമായി പല സംഭവങ്ങളും ഒളിച്ചു കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാസ്തവമാണ്. അതിനകത്ത് ഒന്നെങ്കിൽ ഹൈന്ദവ വിരുദ്ധത, അല്ലെങ്കിൽ ക്രിസ്തീയ വിരുദ്ധത. ഇസ്ലാമിക വിരുദ്ധതയിലേക്ക് അവരെപ്പോഴും പോയതായി എൻ്റെ അറിവിലില്ല. പ്രശ്നവും ഇസ്ലാമിക വിരുദ്ധതയിലേക്ക് അവർ പോയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക വിരുദ്ധതയിലേക്ക് വേണമെങ്കിൽ എടുത്തു വെച്ച് പറയാൻ പറ്റുന്ന പടം ഇവരുമായി ബന്ധപ്പെട്ടവരല്ല ചെയ്തിട്ടുള്ളത്. ബാങ്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരു പുരോഗമനപരമായിട്ടുള്ള പടം എന്ന നിലയിൽ പറഞ്ഞു വലിയ രീതിയിലുള്ള അതെ. അപ്പം ഈ പൊതുവേ ഈ മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊന്നും തന്നെ കാര്യമായി കാണാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ടിക്കറ്റിൻ്റെ ഷോയിൻ്റെ വരുമാനം പോലും അത് അവർക്ക് കിട്ടുന്ന പ്രചോദനമായി ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ഈ ആഷിഖ് കപൂറിൻ്റെ മുമ്പിറങ്ങിയ നമ്മുടെ നിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയുണ്ട്, വൈറസ്. കണ്ടിട്ടുണ്ടോ? വിഷയം കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. OTT വന്ന് ഫ്രീ ആയിട്ട് കിടന്നിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല സിനിമ. വേറൊന്നുമല്ല, കണ്ടന്റിനോട് താല്പര്യമില്ലാത്തൊന്നുമല്ല. ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ ശൈല ടീച്ചറിൻ്റെ ക്യാരക്ടറൊക്കെ, രേവതിയൊക്കെ അഭിനയിച്ചതിൻ്റെയൊക്കെ ഷോർട്സും റീൽസൊക്കെ കണ്ടിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്, രേവതിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചക്കാരനും അവർക്ക് കൊടുക്കുന്ന പിന്തുണയാണ് ആ സിനിമയെ അത്തരത്തിലുള്ള ആ ഒരു ഗ്യാങ് ഒരു പിന്തുണ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഗ്യാങ് ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആ സിനിമ കാണാതിരുന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിക്ക് ഒന്നും സംഭവിക്കില്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയായി മാറുകയാണ്. ഞാൻ കാണണോ വേണ്ടോ എന്നുള്ളത് മറ്റാരും അല്ലല്ലോ തീരുമാനിക്കുന്നത്, എനിക്ക് തീരുമാനിക്കാമല്ലോ. അത് മറ്റാരുടെയും സ്വാതന്ത്ര്യത്തിലുള്ള ഇടപെടലോ കൈകടത്തലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ കാണേണ്ടത് നോക്കിയാണ്, വേറെ ഒന്നുമല്ല, താല്പര്യമില്ല. ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു സിനിമകൾ കാണാനും ആ മട്ടാഞ്ചേരി മാഫിയെ സൂചിപ്പിക്കുന്ന നടിമാരുടെയും നടന്മാരുടെയും ചിത്രങ്ങൾ പോലും ഞാൻ പലപ്പോഴും കാണാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതാണല്ലോ കൂടുതൽ. ഇപ്പോൾ നമ്മൾ ആ സിനിമകളൊന്നും കാണില്ല. ഞാൻ ഈ
നിമിഷ സജയൻ എന്ന് പറയുന്ന നടി. നിമിഷ ഈ മട്ടാഞ്ചേരി മാഫിയയുമായി വളരെ ക്ലോസ്ഡായ വ്യക്തി. ഞാൻ നിമിഷേൻ്റെ പടങ്ങൾ കാണാറില്ല. വേറെ ഒന്നല്ല, ഞാൻ മാത്രമല്ല കേട്ടോ, വ്യക്തിപരമാണ്, തീർത്തും വ്യക്തിപരമാണ്. അതിനെ വിമർശിക്കുന്നവരുണ്ടാകാം, അതിനെ കളിയാക്കുന്നവരുണ്ടാകാം, ട്രോളുന്നവരുണ്ടാകും. പക്ഷേ ഞാൻ കാണണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയാണ്. ഞാനൊരു എ പടം കാണണോ, ബി പടം കാണണോ, അല്ലെങ്കിൽ AU പടം കാണണോ, അല്ലെങ്കിൽ അമൽ നീരദിൻ്റെ പടം കാണണോ, അല്ലെങ്കിൽ ലാൽ ജോസിൻ്റെ പടം കാണണോ, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പടങ്ങൾ ഞാൻ അമൽ നീരദിൻ്റെ മുമ്പുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഭീഷ്മപർവം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ മോഹൻലാലിൻ്റെ സാഗറിയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന പടമായിരുന്നു. അത്രത്തോളം സജീവമായിരുന്നില്ല. അതെ. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വലിയ ആവേശത്തോടു കൂടി പോയി കണ്ട പടമാണ്. ഈ മറ്റേ സാഗറിയിലെ സ്റ്റാക്കിക്ക് അടികൂടി ടിക്കറ്റ് എടുത്തതാണ് നമ്മൾ കൂട്ടുകാർ പോയിട്ട് അങ്ങനെ കണ്ട ഒരു പടം. പക്ഷെ ഇപ്പം അങ്ങനത്തെ കാലഘട്ടം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ നമ്മൾ റീസെൻ്റ് ആയിട്ട് എവിടെയെങ്കിലും അടികൂടി ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നു? എനിക്ക് തോന്നുന്നു മറ്റേ വിജയിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടം ഉണ്ടല്ലോ, ആ പടത്തിന് കണ്ടിട്ടുണ്ടാവുള്ളൂ തോന്നുന്നല്ലേ? അല്ല, ഇപ്പം ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകളുടെ സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള മുൻനിര താരങ്ങൾ ആരുമില്ല. ഇല്ല. താരങ്ങളെ വെച്ച് ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ മാഫെസ്റ്റിലാണോ അല്ലെങ്കിൽ കാഫെസ്റ്റോ അങ്ങനെ ഏതൊരു പരിപാടിയിനകത്ത് നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ ആ പുസ്തകത്തിൻ്റെ രചയിതാവ് പറഞ്ഞൊരു കാര്യം, സന്തോഷിച്ചിക്കാനും പറഞ്ഞുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടുക്കി ഗോൾഡ് അങ്ങനെയല്ലായിരുന്നു. അതിന് ഒരു തരത്തിലും ഈ കഞ്ചാവിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കഥയല്ലായിരുന്നു അത്. പക്ഷെ അത് സിനിമയായി വന്നപ്പോൾ ആരുടെ കയ്യിൽ കിട്ടിയപ്പോൾ, ആഷിഖ് കപൂറിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ സിനിമ ഇങ്ങനെയായി മാറി. ഇതിനോട് കൂട്ടി വെച്ച് വായിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അഭിഷേകെ. ഈ ഓഗസ്റ്റ് 30 കണ്ടാന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സുചിത്ര എന്ന് പറയുന്ന ഒരു കന്നഡ സിംഗറായിട്ടുള്ളവരെ അവരവരുടെ ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിനകത്ത് അവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ആഷിഖ് കപൂറിൻ്റെ റിമാക്ക് അല്ലെങ്കിലൊക്കെ സ്റ്റുഡിയോയിൽ ഒട്ടേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ഈ പാർട്ടികൾ, ലഹരി പാർട്ടികൾ നടന്നിട്ടുണ്ട് എന്ന് അവർ വലിയ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം അന്ന് ചർച്ചയായി. എന്തുകൊണ്ടായിരിക്കും ആഷിഖ് കപൂർ അല്ലെങ്കിൽ റിമാക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ശക്തമായ ഒരു നിയമ നടപടി സ്വീകരിക്കാതിരുന്നത്? വക്കീൽ നോട്ടീസ് എന്തോ അയച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ സംഭവത്തിൻ്റെ അകത്ത് നിരപരാധിത്വം ഇവർക്ക് തെളിയിക്കണ്ടേ? സുജിത്ത പറഞ്ഞ ഇപ്പോൾ എയറിൽ നിൽക്കുകയല്ലേ? അല്ല, പൊതുസമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അതിനോടൊപ്പം ചേർത്ത് വെച്ച സമയമാണ് ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ജീവൻ TV കൊച്ചി ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആഷിഖ് കപൂറിൻ്റെ മാമാങ്കം സ്റ്റുഡിയോയിൽ ഒരിക്കൽ റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് കൊച്ചിയിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കോള് വന്നിട്ട് ഞങ്ങളെല്ലാവരും തന്നെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ റെയ്ഡൊന്നും നടന്നിട്ടില്ല എന്ന രീതിയിലാണ് ആഷിഖ് കപൂർ പറയുന്നതെങ്കിലും പോലീസ് ഉറപ്പിച്ച് പറയുന്നു ഞങ്ങൾ പോയി റെയ്ഡ് നടത്തിയെന്ന് പറയുന്നു. പോലീസ് പറയുന്നു റെയ്ഡ് നടത്തിയെന്ന്, ആഷിഖ് കപൂർ പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. ആഷിഖ് കപൂറിൻ്റെ സ്ഥാപനത്തിലെ ചില സ്റ്റാഫായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, എഡിറ്റർമാരൊക്കെ, അവരൊക്കെ പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംഭവം? അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആഷിഖ് കപൂർ പോലത്തെ ഒരു വ്യക്തിയുടെ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ കടന്നു വരുന്ന സമയത്ത് പോലീസിൽ ഇവർക്ക് ആരെങ്കിലുമായിട്ടുള്ള ഇൻഫോമർ ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ചു പോയായിരിക്കാം കിട്ടാണ്ട് പോയത് തെളിവുകൾ. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നമ്മളിപ്പോൾ ചർച്ച ഞാൻ അതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥലം, ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ തുടർന്ന് യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ ആഷിഖ് കപൂറിനെയും റിമാക്ക് അലിഖലിൻ്റെയും ഈ മയക്കുമരുന്നിൻ്റെയും ഇവരുടെയൊക്കെ സ്വാധീനത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. എവിടെ എത്തിയിട്ടില്ല പരാതി? എന്താണെന്ന് എനിക്കറിയത്തില്ല, എവിടെ എത്തിയിട്ടില്ല. ഇനി ഈ ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരു സഖാവാണല്ലോ, അതുകൊണ്ടായിരിക്കാം നമുക്ക് അല്ല നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ആഷിഖ് കപൂർ ഒരു വലിയ സഖാവാണ്. മഹാരാജ് കോളേജിലെ തലതൊട്ട സഖാവായിരുന്നു. പി രാജീവിനോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. പി രാജീവ് ഇപ്പം മന്ത്രിയാണ്. ആഷിഖ് കപൂർ ഈ സഖാക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ സംവിധാനങ്ങളുമായി ഇപ്പോഴും ഏകോപിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആഷിഖ് കപൂറിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് CPM ഡാമേജ് വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇതുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മട്ടാഞ്ചേരി മാഫിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള നടീനടന്മാർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ, ഈ സംവിധായകർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ കൃത്യമായ അവരുടെ സൃഷ്ടികൾ, കലാസൃഷ്ടിയിൽ ഒരു ഹിഡൻ അജണ്ട ഒളിച്ചു കിടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ബോഗൺവില്ല എന്ന് പറയുന്ന സിനിമയിൽ വരാനിരിക്കുന്നത്. പാട്ടൊക്കെ ഒരു ക്രിസ്തീയ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും അതിലെ ചിത്രീകരണം ഒരു ജ്യോതിർമയും കുഞ്ചാക്കോവിനുമാണ് അതിൽ പ്രധാനമായിട്ട് എത്തുന്നതിനൊപ്പം തന്നെ ആ സംഗീതം ചെയ്ത സുഷിൻ ശ്യാമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കോസ്റ്റ്യൂം തന്നെ ഒരു ഡെവിൾ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടിൽ
അങ്ങനെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം അങ്ങനെ ഒരിക്കലും പാടാൻ പറ്റില്ല. ഈ അഭിഷേക്, ഞാൻ ഈ ജ്യോതിർമയുടെ കാര്യം അഭിഷേക് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. ജ്യോതിർമ ഈ മീശമാധവൻ സിനിമ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് ഒരു നാടൻ പെൺകുട്ടിയായി ധാവണി ഉടുത്ത് വന്ന് മീശക്കാരൻ മാധവ് ആ സിനിമേൻ്റെ ആ പാട്ടിനോടൊപ്പം ചുവട് വെക്കുന്ന ഒരു ജ്യോതിർമയെ ഓർമ്മയുണ്ട്. ചിങ്ങമാസം വന്ന് ചേർന്നാൽ ഇത് രസമായിരുന്നല്ലേ ജ്യോതിർമയി. ഇന്നത്തെ രൂപം എന്തല്ലേ അവരുടെ, അതും ആ കുട്ടീൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് അവർക്ക് വ്യക്തിപരമായിട്ട്. പക്ഷേ ഒരു പുറത്തുനിന്ന് ഒരു നായികയെ അല്ലെങ്കിൽ അത്തരം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ. ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്ന ജ്യോതിർമയുടെ ജീവിത പങ്കാളിയായ സിനിമയാണ്. ആ സിനിമ നിർമ്മിക്കുന്നത് ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനും ചേർന്നാണ്. അപ്പോൾ അല്ല, അവരുടെ ഒരു ബോഡി ഷേമിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബോഡി ഷേമിംഗ് വരുന്നില്ല. ആ വ്യക്തിയെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു ആസ്വാദന രീതി എന്ന നിലയിൽ ആ വ്യക്തിയുടെ രൂപമാറ്റത്തെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് തോന്നുന്നത് അതും ഇവരൊക്കെ തന്നെ കൊണ്ട് നടക്കുന്ന ചില അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള രൂപമാറ്റമായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ കോസ്റ്റ്യൂം ഇങ്ങനെ ഒരു സാധാരണ ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു കറുത്ത ചിറകൊക്കെ വെച്ചാൽ തീർച്ചയായും ഒരു എന്തൊക്കെയോ അവർ കടത്തുന്നുണ്ട്. അത് ഈ സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ഈ യൂട്യൂബിലും ഇവർക്കൊക്കെ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്ത് ട്രെൻഡിങ് ആക്കുകയും ട്രെൻഡിങ് 1ലേക്കും ട്രെൻഡിങ് 2ലേക്കൊക്കെ എത്തിക്കുകയും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കുകയും ചെയ്ത് അതൊക്കെ തന്നെ യുവാക്കളുടെ ഇടയിലേക്ക് ആ പാട്ടുകൾ അവരെ തന്നെ മൂളി നടക്കുന്ന പാട്ടുകളായി മാറുകയും അങ്ങനെ ആ യുവാക്കൾക്കിടയിലേക്ക് അവർ ഒളിച്ചു കടത്തുന്ന ഒരു അജണ്ട, ആ അജണ്ട പതിയെ എത്തിക്കുകയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് അറിയാതെ യുവാക്കളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയും അങ്ങനെ പൊതു സമൂഹത്തെ ഈ മട്ടാഞ്ചേരിയുടെ മാഫിയയുടെ ഐഡിയോളജിയിലേക്ക് പയ്യെ 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 എത്തിക്കുന്ന ഒരു മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വലിയ വാക്കുകളിൽ പറയാം. ആ രീതിയിലേക്കാണ് പതിയെ പതിയെ എത്തിക്കുന്നത്. പക്ഷേ മറ്റേ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അതിനകത്ത് ഇല്ലുമിനാറ്റി എന്ന പാട്ട്, അതും ഇത്തരത്തിൽ തന്നെ സാത്താൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അന്ന് പരാതി ഉയർന്നതാണ്. പക്ഷേ ആ പാട്ട് സ്വീകരിച്ച പോലെ അവരുടെ ഉദ്ദേശം നടന്നു. അങ്ങനെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഉദ്ദേശം നടന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും അധികം സ്വീകരിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു ആ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ അതിൻ്റെ സൃഷ്ടാക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഗാനവുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വാദങ്ങൾക്ക് ബലമാകുന്നതും. തീർച്ചയായും എന്തായാലും നമ്മൾ ആ ഒരു ചർച്ച നമ്മൾക്ക് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട. കാരണം ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്തിട്ടുള്ള ഓരോ ചിത്രങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇഴകേറി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇടുക്കി ഗോൾഡ് അല്ല, എനിക്ക് തോന്നുന്നു ആ ഇടുക്കി ഗോൾഡ് തന്നെയായിരുന്നു തോന്നുന്നത് ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ? അല്ല, ഇടുക്കി ഗോൾഡ് മുതൽ ഇങ്ങോട്ട് ന്യൂ ജനറേഷൻ സിനിമകൾ തുടക്കമിട്ടത് ആഷിക് കപൂറിന്റെ സാൾട്ട് ആൻഡ് പേപ്പറാണ്. അതിനുശേഷം അല്ലെ നമുക്ക് ഈ സാൾട്ട് ആൻഡ് പേപ്പറിന്റെ അകത്ത് സാൾട്ട് ആൻഡ് പേപ്പറൊക്കെ വളരെ മനോഹരമായ ചിത്രമായിരുന്നു. മനോഹരമായ ചിത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഇടുക്കി ഗോൾഡ് കഴിഞ്ഞിട്ടാണ് ഈ കഞ്ചാവിനെയോ അല്ലെങ്കിൽ ലഹരിയെയോ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ കുറഞ്ഞ ആളായി പോകുമെന്നൊരു യുവാക്കളിലേക്ക് ഉപയോഗിക്കുന്നവരെല്ലാം വളരെ എക്സോട്ടിക്കാണ്. അവർ കൂടുതൽ ഭാവനയുള്ളവരാണ്, കൂടുതൽ ചിന്തിക്കുന്നവരാണ്, കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ്, കൂടുതൽ കഴിവുള്ളവരാണ്, കൂടുതൽ അംഗീകരിക്കപ്പെടുന്നവരാണ് എന്നൊക്കെ തന്നെയുള്ള ചിന്താഗതികൾ യുവതലമുറയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാണുന്ന കുട്ടികൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ താൻ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ അതെ അത്തരത്തിലൊരു ചിന്ത സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ ഈ നമ്മുടെ മറ്റേ ആഷിക് കപൂറിൻ്റെ നമ്മുടെ ഈ ഇവൻ്റെ പടത്തിൻ്റെ അകത്ത് ഈ അടുത്തിറങ്ങിയ ധൂമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സിഗരറ്റിനെ കുറിച്ച് ഒരു പരസ്യം ഉണ്ടാക്കുന്നുണ്ട്. സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദം കിട്ടും, നല്ല ലുക്ക് കിട്ടും, സാധനങ്ങൾ കൂടുതൽ സെക്സിയായി തോന്നിക്കും എന്ന നിലയിലേക്ക് ആ പരസ്യത്തെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമകളിലൊക്കെ തന്നെ അവരെ ഒളിച്ചു കിടത്തുന്ന ഈ അജണ്ടകളിൻ്റെ പുറത്ത് ഈ ലഹരിയും കഞ്ചാവും ഈ സാധനം തന്നെ ഉപയോഗിക്കാത്തവരെല്ലാം മോശക്കാരാണെന്നും ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ കുറെ കൂടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ അല്ലെ, പുതിയ വാക്കുകൾ. അങ്ങനെ മലയാള സിനിമ മാറിപ്പോയതാണ്. കാരണം പണ്ട് മോഹൻലാൽ ഒരു ഗ്ലാസ്സിലൊരു മദ്യമെടുത്ത് കുളത്തിലെ വെള്ളത്തിൽ നിന്ന് കോരി കുടിക്കുന്നത് സമൂഹത്തെ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞവരുണ്ട് അന്ന്. അതിന് പിന്നാലെ നരസിംഹം എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ സ്ത്രീവിരുദ്ധത ഇപ്പോൾ വളരെയധികം വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. അന്ന് അതൊന്നും വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മാറുന്ന കാലത്തിൽ മോഹൻലാൽ അന്ന് ചെയ്ത് വലിയ ബാധകവും ഇന്ന് ആഷിക് കപൂർ ചെയ്യുന്നത് അത് എന്താ പറയുക, നമുക്ക് അതിന് പുതിയ ജനറേഷൻ്റെ മറ്റേ മിമിക്രി താരങ്ങളൊക്കെ പറയുന്ന പോലെ നിങ്ങളിട്ടാൽ മറ്റേ ഞാനിട്ടാൽ വള്ളിക്കളസം നിങ്ങളിട്ട് കഴിഞ്ഞാൽ ബർമൂഡ എന്നൊക്കെ പറയുന്ന പോലെ മോഹൻലാലൊക്കെ ഒരു കാലഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയ അല്ലെങ്കിൽ അതിൻ്റെ പ്രേക്ഷകർ കൈയടിക്ക് വേണ്ടി ലഭിച്ചിരുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു സീനിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ വലിയ ക്രൂശിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട സംഭവങ്ങളായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് സിനിമയല്ല എന്ന രീതിയിലേക്കും ഇതൊക്കെ തന്നെയാണ് ന്യൂ ജനറേഷൻ സിനിമ എന്ന നിലയിലേക്കും പുതിയ പ്രേക്ഷകരുടെ മനസ്സിലേക്കും പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സിലേക്കും കുട്ടികളുടെ
മനസ്സിലാക്കും. കൃത്യമായി ഇഞ്ചെക്ട് ചെയ്യുന്ന സാധനം തന്നെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയയെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ അവരെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പിന്നിലെ ഫണ്ടിങ് സോഴ്സുകൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതാണ്. അതിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനൊക്കെ ഒരു ഫണ്ടിങ് സോഴ്സ് ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മയക്കുമരുന്ന മാഫിയകൾ തന്നെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പോലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. കാരണം ഈ മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറങ്ങിയ ഒരു പടം 50 കോടിയിൽ കയറി 100 കോടിയിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പ്രചരണം വരികയും അതിനെതിരെ കേന്ദ്ര ഏജൻസി ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സമയത്ത് സിനിമ നഷ്ടത്തിലായിരുന്നു എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പെരുപ്പിച്ച് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു, തിയേറ്ററിൽ ആളെ അങ്ങോട്ട് ടിക്കറ്റ് കൊടുത്ത് കിട്ടുന്നു 100 കോടി, രണ്ടാമത്തെ ദിവസം 100 കോടി, മൂന്നാമത്തെ ദിവസം മറ്റേ 100 കോടീൻ്റെ സെലിബ്രേഷന് എന്ത് ചക്ക മാങ്ങ, ഇപ്പോൾ ഒരുത്തരം മിണ്ടണ്ട, പടം എങ്ങനെയെങ്കിലും മുടക്കുമുതൽ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. ഇങ്ങനെ ഒരു നിലവാര തകർച്ചയിലേക്ക് മലയാള സിനിമയെ, അതേസമയം തന്നെ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ നമുക്ക് 100 കോടി കളക്ട് ചെയ്ത 4 പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഇൻഡസ്ട്രി മലയാള സിനിമയാണ്. പക്ഷേ ഇതിനെ ഒരു 100 കോടി എന്ന് പറയുന്ന സമയത്ത് 100 കോടി കിട്ടുമോ എന്നുള്ള സംശയം വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഒരു സംശയത്തിന് ഇട കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ മട്ടാഞ്ചേരി മാഫിയ. ഈ സിനിമ എന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപഭോക്താക്കൾ എപ്പോഴും പണ്ട് ഒരു ഫാമിലി ജേണറായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാലം മാറി യുവാക്കളാണ് ഏറ്റവും അധികം സിനിമാ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ അവരിലേക്ക് അവരുടെ ആശയം എത്തിക്കുക എന്നതിൽ അതിലൊരു അജണ്ട ഉണ്ടാകും. തീർച്ചയായും അത്തരം അജണ്ടയിലേക്ക് തന്നെയാണ് ഇവരെ കൊണ്ടുവന്നത്. അത് ഈ പുതിയ സമൂഹത്തെ, പുതിയ തലമുറയെ വഴിപിഴപ്പിച്ച് നശിപ്പിച്ച് കളയാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്തായാലും ബോഗൻവില്ല എന്ന അമൽ നീരജ് ചിത്രത്തിലെ ആദ്യ സിംഗിളാണ് ഇപ്പോൾ, ഒരു പാട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ ആണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയില്ല. ആ സിനിമ റിലീസിന് തയ്യാറാകുന്നതേ ഉള്ളൂ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു മതത്തിനെയും അവഹേളിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും അണിയറ പ്രവർത്തകരുടെ ഒരു വിശദീകരണം. എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം.